ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 28/12/2024 നടന്ന 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ എക്സാമിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാം എന്ന് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോർ കീപ്പർ ഉണ്ടായിരുന്നു, 2 സ്റ്റോർ കീപ്പർ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സ്റ്റോർ കീപ്പർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ പിയൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പിന്നെ ലാബ് അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട എക്സാമിൻ്റെ പ്രിലിംസ് ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ഇന്നലെ തന്നെ യൂട്യൂബിൽ കട്ട് ഓഫ് വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസ് ഒക്കെ വന്നു. അപ്പോൾ ഞാനിത് ഇന്ന് നോക്കാനുള്ള കാരണം, ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഞാൻ ഇന്ന് പോയി പ്രിൻ്റ് എടുത്ത് ക്വസ്റ്റ്യൻ്റെ ആവറേജ് ക്വസ്റ്റ്യൻ, ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ, എബോ ആവറേജ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ഓർഡിനറി, അപ്പോൾ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തതിൽ നിന്ന് കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. ഓക്കെ, 80 മാർക്കിൻ്റെ GK ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 80 മാർക്കിൽ ഏകദേശം ഒരു 20 എണ്ണത്തോളം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ 20 മാർക്ക് മാത്സ്. ആ 20 മാർക്ക് മാത്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിലിംസ് നടക്കുന്നത് 1.25 മണിക്കൂറാണ്. നമ്മൾ 1.5 മണിക്കൂർ ചെയ്യേണ്ട എക്സാം ആയിരുന്നു ഇത്. കാരണം പ്രസ്താവന ചോദ്യങ്ങളും അതുപോലെ തന്നെ മാത്സ് ഇച്ചിരി ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവസാനം വന്നപ്പോൾ മാത്സ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡൗട്ട് വെച്ചിരുന്ന GKയിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന 3 സ്റ്റേജിലുള്ള ഉദ്യോഗാർത്ഥികൾ അതൊക്കെ ഒന്ന് ടൈം മാനേജ്മെൻറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ടൈം മാനേജ് നമുക്ക് അവസാനം ചെയ്യാനുള്ള മാത്സ് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉള്ള GK നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസിൽ പോയി കഴിയുമ്പോൾ 80 മാർക്കിൻ്റെ GK എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏകദേശം ഒരു 20 എണ്ണത്തോളം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂഷൻ അടിക്കുന്ന ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടായിരുന്നു. ബാക്കി GK നോർമലായിട്ട് വരുന്ന കുറച്ച് PVQ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ്, ഉള്ളിലോട്ട് കറണ്ട് അഫയേഴ്സ് പോയി ചോദിച്ചിട്ടുണ്ട്. പിന്നെ സയൻസിൻ്റെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസിൻ്റെ ചോദ്യങ്ങൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് പഠിച്ചുകൊണ്ട് പോയി വായിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം GKയിൽ ഒരു 80 എണ്ണത്തിൽ നോർമലി ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു 50 മാർക്കോളം അവിടെ സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നെ മാത്സ് ഞാൻ പറഞ്ഞു ഇത് നോക്കാനുള്ള ടൈം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു 13 മാർക്ക്, നമുക്ക് ഏറ്റവും കുറഞ്ഞത് 13 മാർക്ക് അവിടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ 63 മാർക്ക്. ഈ 63 മാർക്ക് 50, 13, 63. ഈ 63 മാർക്കിൽ എല്ലാം ശരിയാവണമെന്നല്ല. 63 മാർക്കിൽ നമ്മളെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ചായിരിക്കും നമ്മൾ ഈ 63 എഴുതുന്നത്. 63 ഒരു 5 എണ്ണം നമ്മൾ അവിടെ കുറച്ച് കഴിഞ്ഞാൽ 63 ഒരു 5 എണ്ണം മൈനസ് ആക്കി കളഞ്ഞാൽ ഒരു 58 മൈനസ് മാർക്ക് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു 56.335 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നോക്കുമ്പോൾ 63 എണ്ണം നമ്മൾ എഴുതിയിട്ടുള്ളൂ, 37 എണ്ണം ഇനി എഴുതാനായിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡൗട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെക്കൻഡ് റൗണ്ടും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കറുപ്പിക്കും. ഒരു 20 എണ്ണം നമ്മൾ കറുപ്പിച്ച് വെച്ചു എന്നുള്ളത് 63 + 20. അപ്പോൾ ഏകദേശം നമ്മൾ 83 എണ്ണം നമ്മളവിടെ കറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 83-ൽ നമുക്ക് ഒരു ഏകദേശം ഒരു ഉദ്ദേശമുണ്ട്. 50-50 ചാൻസ് ആണ്. നമുക്കൊരു 10 എണ്ണം ചിലപ്പോൾ ശരിയാകാം, 10 എണ്ണം മൈനസ് ആകാം. ചിലപ്പം നമ്മൾ എഴുതുന്ന ഫുൾ തെറ്റാവാം പോകാം. ചിലപ്പോൾ 15 എണ്ണം തെറ്റാവാം, 5 എണ്ണം ശരിയാവാം. ചിലപ്പം 15 എണ്ണം ശരിയാവാം, 5 എണ്ണം തെറ്റിപ്പോൾ. അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. മാക്സിമം തെറ്റാവാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. 50-50 ചാൻസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കൂടുതലും തെറ്റാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. നമുക്ക് 50-50 എടുത്തിട്ട് ഒരു 10 എണ്ണം നമ്മൾ 20 എണ്ണം കൂടെ കറുപ്പിച്ചു. അങ്ങനെ 83 എണ്ണമായി. 63, 20, 83. ആ 83-ൽ 10 എണ്ണം മൈനസായി, 10 എണ്ണം ശരിയായി. അപ്പോൾ നമ്മൾ നേരത്തെ ആൾറെഡി ഒരു 5 എണ്ണം അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ 83-ൽ നിന്ന് 10 50-50 അടിച്ചപ്പോൾ 10 എണ്ണം അവിടെ തെറ്റി. നേരത്തെ നമ്മൾ ഒരു 5 എണ്ണം ആൾറെഡി നമ്മൾ തെറ്റായെന്ന് ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 15 എണ്ണം നമുക്ക് തെറ്റിപ്പോയി. 83-ൽ നിന്ന് 15 എണ്ണം പോയിട്ട് നമുക്ക് 68 മാർക്കിൽ മൈനസോടെ പോയി കഴിയുമ്പോൾ നമുക്ക് 63 മാർക്ക് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. അതാണ് ഈ മൈനസ് മാർക്ക് കൂടുതൽ എഴുതിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എഴുതിയപ്പോഴും 63 നമ്മൾ ശരിയാക്കി, പിന്നെ മൈനസ് എല്ലാം കുറച്ചിട്ട് എഴുതിയപ്പോഴും നമ്മൾ 63 ശരിയാക്കി. അപ്പോൾ ഇതാണ് ഒരു ആവറേജ് സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു മാർക്ക് എന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു 63 അതിൽ കൂടുതലും ആണ് മിക്കവാറും ഒരു ആവറേജ് സ്റ്റുഡൻസിന് കിട്ടാനുള്ള സാധ്യത. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ
ആദ്യമേ നമ്മൾ കറിപ്പിച്ചപ്പോൾ ഒരു 63 നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. 50-50 ആയാലും 50-50യെക്കാട്ടിലും ഒരു 80-20 ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയി കറുപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ഏകദേശം ഒരു 65 അല്ലെങ്കിൽ ഒരു 68 മാർക്കോളം അവിടെ സ്കോർ ചെയ്യാൻ പറ്റാനേ നമ്മളവിടെ സേഫ് ആവുകയും ചെയ്യും. ആണ് ആ ഒരു ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഒരു അനാലിസിസ്. അപ്പം ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 70 മാർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സേഫ് ആണെന്ന് പറയാം. 70 മാർക്ക് കട്ട് ഓഫ് എന്നല്ല പറയുന്നത്, 70 മാർക്ക് ഏകദേശം ഈ പറയപ്പെടുന്ന ലാബ് അസിസ്റ്റന്റിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയ്ക്കും ഒക്കെ ഏകദേശം ആ ഒരു 70 അതിൽ കൂടുതലും ഒക്കെ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ചില പോസ്റ്റിന് 70 താഴെയും വരാനുള്ള സാധ്യതയുമുണ്ട്. സെക്രട്ടേറിയറ്റ് OAയ്ക്കൊക്കെ ചിലപ്പോൾ 70 താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ലാബോറട്ടറി അസിസ്റ്റന്റിന് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാൽ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2 മാർക്ക് അങ്ങോട്ടും 2 മാർക്ക് ഇങ്ങോട്ടും, അപ്പോൾ ഒരു 68 മുതൽ ഒരു 73 വരെയുള്ള സ്കോർ ഏകദേശം സേഫ് ആണെന്ന് നമുക്ക് പറയാനും പറ്റും. അപ്പോൾ ഈ മുന്നോട്ടുള്ള 3 സ്റ്റേജിൽ ആൾക്കാർ ഇതേപോലെ രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് എക്സാം എഴുതി മാത്സൊക്കെ ചെയ്ത് നോക്കി 1.25 മണിക്കൂർ വെച്ച് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ മറ്റോടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം